എയറിൽ പോയൊരു വീഡിയോ ഉണ്ടായിരുന്നല്ലോ, വൈ മോസ്റ്റ് ഇൻഫ്ലുവൻസേഴ്സ് ആർ പ്രൊമോട്ടിംഗ് ജോർജിയ MBBS. അതെന്താ സംഭവം? നീറ്റ് ഒരു കോമ്പറ്റേറ്റീവ് എക്സാം 55,000 സീറ്റ് ഗവൺമെന്റ് സെക്ടറിലുള്ളൂ, 25 ലക്ഷം കുട്ടികൾ എഴുതുന്നുണ്ട്. അപ്പൊ എന്തായാലും 24 ലക്ഷം കുട്ടികൾ അൺഹാപ്പി ആയിരിക്കും, അവർ ഇമോഷണൽ ആയിരിക്കും. ഇതാണ് യാഥാർത്ഥ്യം. അപ്പോ ഈ ഒരു ഇമോഷണൽ ആയിട്ടുള്ള സമയത്താണ് ഇപ്പൊ വിദേശത്ത് MBBS എടുത്തോളൂ എന്ന് പറഞ്ഞ ഒരാൾ വരിക. അപ്പോ നാട്ടിലേക്കാളും കോസ്റ്റ് കുറവാണ്. ഞാനത് ട്രോൾ ചെയ്യാൻ വേണ്ടി ഒരു വീഡിയോ ചെയ്ത് അത് വൈറലാണതാണെങ്കിലും പിന്നീട് ഞാൻ അതിനെ കുറിച്ച് കുറച്ച് ഡീറ്റെയിൽ പഠിച്ചപ്പോൾ വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ എനിക്ക് മനസ്സിലായി. കാരണം 2021 NMC ഗൈഡ് ലൈൻ പ്രകാരം വിദേശത്ത് ഒരാൾ MBBS കഴിഞ്ഞാൽ അവിടെ ലൈസൻസ് കിട്ടണം. അവിടെ ലൈസൻസ് കിട്ടിയാലേ ഇന്ത്യയിൽ വന്നിട്ട് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അവർക്ക് ആദ്യം FMC എഴുതാൻ പറ്റുള്ളൂ. ജോർജിയ പോലത്തെ രാജ്യങ്ങളിൽ അവിടുത്തെ ലൈസൻസ് കിട്ടണമെന്നുണ്ടെങ്കിൽ 6 വർഷം MBBS ശേഷം 3 വർഷം റെസിഡൻസി ചെയ്യണം. അപ്പൊ 9 വർഷമായി. ഒരു UGക്ക് വേണ്ടി 10 കൊല്ലം ഏറ്റവും മിനിമം കാണണം. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഈ കോസ്റ്റ് നമ്മൾ കുറവാണ്, 5.5 കൊല്ലത്തെ കോസ്റ്റ് കുറവാണ്, ശരിയാണ്. ബാക്കി 4 കൊല്ലത്തെ കോസ്റ്റ് ആര് ബിയർ ചെയ്യും?